IPL-ൽ ഇത്രയധികം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ മറ്റൊരു ടീമും ഉണ്ടാകില്ല. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഗ്ലാമർ താരങ്ങൾ ഏറെ വന്നുപോയിട്ടും 17 സീസണുകളായി കപ്പ് നേടാൻ കഴിയാത്ത ടീമുകളിലൊന്ന് എന്ന വിശേഷണമാണ് RCBക്കുള്ളത്. എന്നാൽ 18ാം സീസണിലും കിരീടമില്ലാത്ത രാജാവായി വിരാട് കോഹ്ലിയെ മടക്കിയേക്കാൻ ഈ ടീം തയ്യാറല്ലെന്ന് ഇതിനകം തന്നെ സൂചന നൽകിക്കഴിഞ്ഞു. കപ്പ് ലക്ഷ്യമിട്ട് കരുത്തോടെ മുന്നേറുകയാണ് RCB. 10 മത്സരങ്ങൾ കളിച്ചതിൽ 7ലും അവർ വിജയിച്ചു. തോറ്റ 3 മത്സരങ്ങൾ ഹോം മത്സരങ്ങളാണെങ്കിലും എവേ മൈതാനങ്ങളിൽ ടീം കാഴ്ചവെക്കുന്ന കുതിപ്പ് ആരാധകരിൽ ആവേശം പകരുന്നുണ്ട്. തുടർച്ചയായ 6 എവേ വിജയങ്ങൾ RCB സ്വന്തമാക്കി കഴിഞ്ഞു. ഇതിനു മുമ്പ് 2015-ലാണ് ഇത്രയും എവേ വിജയങ്ങൾ ടീം സ്വന്തമാക്കിയത്. ഇത്തവണ RCB നടത്തുന്ന കുതിപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങളും ടീമിൻ്റെ വെല്ലുവിളികളും വിലയിരുത്താം. ഇതിൽ ഒന്നാമത്തേത് IPL താരലേലത്തിലൂടെ മികച്ച ടീമിനെ പടുത്തുയർത്താൻ RCBക്ക് കഴിഞ്ഞു എന്നതാണ്. പരിചയസമ്പന്നരായ താരങ്ങളെയും യുവതാരങ്ങളെയും താരലേലത്തിലൂടെ ടീമിനൊപ്പം എത്തിച്ചു. വിരാട് കോഹ്ലി, രജത് പട്ടിദാർ, യാഷ് ദയാൽ തുടങ്ങിയ താരങ്ങളെയാണ് RCB നിലനിർത്തിയത്. ഫിൽ സാൾട്ട്, ലിയാൻ ലിവിങ്സ്റ്റൺ, ജോഷ് ഹേസൽവുഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ടിം ഡേവിഡ് തുടങ്ങിയ മികച്ച താരങ്ങളെ എത്തിച്ച് ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിവുള്ള ടീമിനെ പടുത്തുയർത്താൻ മാനേജ്മെൻറ്റിന് കഴിഞ്ഞു. മധ്യനിരയിലെ ബാറ്റിംഗ്, ഡെത്ത് ഓവറുകളിലെ ബോളിംഗ് തുടങ്ങിയ RCBയുടെ മുൻകാല പോരായ്മകളെ ഇതോടെ പരിഹരിക്കാനായി. കോഹ്ലിക്കൊത്ത മികച്ച പങ്കാളിയായി ഫിൽ സാൾട്ട് തകർത്തടിച്ചതോടെ ടോപ്പ് ഓർഡർ ടീമിൻ്റെ കരുത്തായി മാറി. ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ തുടങ്ങിയവർ ഒന്നിനൊന്ന് മികച്ച ഫിനിഷർമാരായി മാറുകയും ചെയ്തു. ഹെയ്സൽവുഡിനെ പോലെ ഒരു ബോളർ ഏതൊരു ടീമിനും നൽകുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. RCBയെ സംബന്ധിച്ച് അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടമായി മാറിയത്. ഭുവനേശ്വർ കുമാറും തൻ്റെ പഴയ ആയുധങ്ങളെ മിനുക്കിയെടുത്ത് കൃത്യമായി ടീമിന് വേണ്ടി വിനിയോഗിച്ചു. കൃണാൽ പാണ്ഡ്യയുടെ വരവ് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൂടുതൽ കരുത്തായി മാറി. ടീമിൻ്റെ പ്രകടനത്തെ സ്വാധീനിച്ച മറ്റൊരു ഘടകം നേതൃമാറ്റമാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ നായകനായി കഴിവ് തെളിയിച്ച രജത് പട്ടിദാർ ക്യാപ്റ്റനായി എത്തിയത് ഒരു സർപ്രൈസിംഗ് നീക്കം തന്നെയായിരുന്നു. ക്യാപ്റ്റൻസിയുടെ ഭാരം തൻ്റെ ബാറ്റിങ്ങിനെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്ന വളരെ ശാന്തനായ എന്നാൽ ബാറ്റിങ്ങിൽ അത്ര ശാന്തതയില്ലാത്ത രജത് പട്ടിദാർ താൻ മികച്ച ക്യാപ്റ്റനാണെന്ന് ഓരോ മത്സരം കഴിയുന്തോറും തെളിയിച്ചുകൊണ്ടിരുന്നു. എവേ മത്സരങ്ങളിലെ കിടിലൻ പ്രകടനമാണ് RCBയെ കരുത്തരാക്കുന്ന മറ്റൊരു ഘടകം. ഈ സീസണിൽ കളിച്ച 6 എവേ മത്സരങ്ങളിലും ടീം വിജയിച്ചു കഴിഞ്ഞു. ഈ കുതിപ്പ് നോക്കൌട്ട് മത്സരങ്ങളിൽ ടീമിനെ സഹായിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കൊൽക്കത്തക്കെതിരെ ഈഡൻ ഗാർഡൻസിലും ചെന്നൈക്കെതിരെ ചെപ്പോക്കിലും മുംബൈക്കെതിരെ വാങ്കഡയിലും RCB തകർപ്പൻ വിജയങ്ങൾ സ്വന്തമാക്കി. കോഹ്ലിയുടെ മികച്ച പ്രകടനമാണ് ടീമിനെ മുന്നോട്ട് നയിക്കുന്ന മറ്റൊരു ഘടകം. തൻ്റെ 36ാം വയസ്സിലും റൺവേട്ടയിൽ മുൻനിരയിൽ തന്നെയാണ് കോഹ്ലിയുടെ സ്ഥാനം. ഡൽഹിക്കെതിരെ നടന്ന മത്സരത്തിന് ശേഷം റൺവേട്ടയിൽ 1ാം സ്ഥാനത്തേക്ക് കുതിക്കാനും കോഹ്ലിക്ക് കഴിഞ്ഞു. 6 അർദ്ധ സെഞ്ചുറികളാണ് ഈ സീസണിൽ കോഹ്ലി ഇതുവരെ നേടിയിരിക്കുന്നത്. ഫിൽ സാൾട്ടിനൊപ്പവും ദേവ്ദത്ത് പടിക്കലിനൊപ്പവും നിർണായകമായ കൂട്ടുകെട്ടുകൾ അദ്ദേഹം പടുത്തുയർത്തി. 11 IPL സീസണുകളിൽ 400-ലധികം റൺസ് നേടുകയെന്ന ചരിത്ര നേട്ടവും കോഹ്ലി കഴിഞ്ഞ മത്സരത്തിന് ശേഷം സ്വന്തമാക്കി. ബൗളിംഗ് യൂണിറ്റിൻ്റെ കൂട്ടായ പ്രകടനമാണ് എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം. ഏറെ ദുർബലമായിരുന്ന RCBയുടെ ബൗളിംഗ് നിര ഈ സീസണിൽ ശക്തമായി തിരിച്ചെത്തി. ഹെയ്സൽവുഡ് 18 വിക്കറ്റുകൾ വീഴ്ത്തി ബോളിംഗ് നിരയെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ഭുവനേശ്വർ കുമാർ 12 വിക്കറ്റുകൾ നേടി മികച്ച പിന്തുണ നൽകുന്നു. കൃണാൽ പാണ്ഡ്യ 13 വിക്കറ്റുകളും യാഷ് ദയാൽ 9 വിക്കറ്റുകളും ടീമിനായി നേടിയിട്ടുണ്ട്. ഇനി RCB നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോം മൈതാനമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ മോശം പ്രകടനമാണ് ഈ സീസണിൽ RCB നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. 4 ഹോം മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് RCB വിജയിച്ചത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയും പഞ്ചാബ് കിങ്സിനെതിരെയും ഡൽഹിക്കെതിരെയും ഹോം മത്സരങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങി. രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് ടീമിൻ്റെ ഹോം മൈതാനത്തിലെ ഏക വിജയം. ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചുകളിൽ റൺസ് പ്രതിരോധിക്കുന്നതിലെ പോരായ്മകൾ ഇതിലൂടെ വെളിവായി. ബാറ്റിങ്ങിൽ ടോപ്പ് ഓർഡറിനെ അമിതമായി ആശ്രയിക്കുന്നതാണ് ടീം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. ടോപ്പ് ഓർഡറിലെ മിന്നൽ പ്രകടനങ്ങളെ പിന്തുണച്ച് മധ്യനിര കൂടുതൽ ഉണർന്നു കളിക്കേണ്ടതുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിൽ ടീമിൻ്റെ പ്രകടനത്തിൽ മധ്യനിര ബാറ്റർമാരുടെ പ്രകടനം നിർണായകമായി മാറും. ഈ സീസണിൽ മധ്യനിരയിൽ ലിയാൻ ലിവിങ്സ്റ്റൺ മോശം ഫോം തുടർന്നതോടെ അദ്ദേഹത്തിന് പകരം ടീമിന് റൊമേരിയോ ഷെപ്പേർഡിനെ പരീക്ഷിക്കേണ്ടതായി വന്നു. എന്നാൽ ഡൽഹിക്കെതിരെ അവസാനം നടന്ന മത്സരത്തിൽ കൃണാൽ പാണ്ഡ്യ തകർപ്പൻ ഫോമിൽ ബാറ്റ് വീശിയത് ടീമിന് പ്രതീക്ഷ പകരുന്ന കാര്യമാണ്. ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവർക്കെതിരെ 3 ഹോം മത്സരങ്ങൾ കൂടി ബാംഗ്ലൂരിന് ഇനി ബാക്കിയുണ്ട്. അതായത് ഇനിയുള്ള 4 മത്സരങ്ങളിൽ 3ഉം ഹോം മത്സരങ്ങളാണ്. അവസാന 4 മത്സരങ്ങളും വിജയിച്ച് പോയിന്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്താനാണ് RCB ലക്ഷ്യമിടുന്നത്. ഇത്തവണ കിരീടം നേടാനായാൽ അത് കോഹ്ലിയുടെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി മാറും. കൂടാതെ രജത് പട്ടിദാർ എന്ന നായകനെ സംബന്ധിച്ച് കിരീട നേട്ടം ഒരു അഭിമാന നിമിഷം തന്നെയായിരിക്കും.
ഈ സീസൺ തങ്ങളുടേത് എന്ന മുദ്രാവാക്യവുമായി ഓരോ സീസൺ കഴിയുമ്പോഴും ടീമിനൊപ്പം കട്ടക്ക് നിന്ന ആരാധകർ തീർച്ചയായും ഒരു കിരീട നേട്ടം അർഹിക്കുന്നുണ്ട്.